Dear students, welcome to SS Physics classes. Cbse ബോർഡ് പരീക്ഷയിൽ ഫസ്റ്റ് ടേം എക്സാമിന് വേണ്ടി മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിലെ അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം. ഞാൻ സാംസൺ എസ് എ ടീച്ചർ ഫോർ ഫിസിക്സ് ഫോർ ലാസ്റ്റ് 20 years. ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ. So we can discuss the very important assertion reason type questions from magnetism and matter. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അസർഷൻ റീസൺ ടൈപ്പ് ചോയ്സസ് കൃത്യമായിട്ട് വായിച്ച് നമുക്ക് ആൻസറിലേക്ക് മൂവ് ചെയ്യാം. സോ ഹിയർ ദ അസർഷൻ സ്റ്റേറ്റ്മെന്റ്: the true geographical north direction is found by using a compass needle. A dipole, a magnetic dipole. അത് ബേസ് ചെയ്തിട്ട് നമുക്ക് geographical north direction നമുക്ക് കാണാൻ പറ്റും. Reason: the magnetic meridian of the earth is along the axis of rotation of the earth. സോ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇറ്റ് ഈസ് അസ്യൂംഡ് ടു ബി എ ഹ്യൂജ് ബാർ മാഗ്നറ്റ് ഈസ് ബറീഡ് ഇൻസൈഡ് അവർ എർത്ത് ആൻഡ് ഈസ് റെസ്പോൺസിബിൾ ഫോർ എർത്ത് മാഗ്നറ്റിസം. ബട്ട് കീപ് ഇൻ മൈൻഡ്, ഏതൊരു പ്ലേസിലും ദർ ഈസ് എൻ ആംഗിൾ ബിറ്റ്വീൻ ദ ജോഗ്രഫിക്കൽ മെറിഡിയൻ ആൻഡ് മാഗ്നറ്റിക് മെറിഡിയൻ. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡഡ് ആകുമ്പോൾ അത് ആൾവൈസ് മാഗ്നറ്റിക് മെറിഡിയനിലായിരിക്കും അലൈൻഡ് ആയിട്ട് നിൽക്കുക. എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആ ആംഗിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഡിക്ലിനേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേരിയേഷൻ. സോ എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ട്രൂ ജോഗ്രഫിക്കൽ മെറിഡിയനിൽ നിന്നുള്ള ആംഗിൾ ആയിരിക്കും നൽകുക. അതുകൊണ്ട് തന്നെ അത് ട്രൂ ജോഗ്രഫിക്കൽ നോർത്ത് അല്ല. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് ഫോൾസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഓർക്കണേ, അപ്പോൾ നമ്മുടെ ഡിക്ലിനേഷൻ അല്ലെങ്കിൽ വേരിയേഷൻ എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ പ്ലേസിലെ ജോഗ്രഫിക്കൽ മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിൾ ആണെന്നുള്ള കാര്യം മറക്കരുത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്: റീസൺ: the magnetic meridian of the earth is along the axis of rotation of the earth. സാധാരണ കേസസിലെ ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ജോഗ്രഫിക്കൽ ആയിട്ടുള്ള മെറിഡിയനിലെ ഡയറക്ഷൻ ആണെന്നുള്ള കാര്യം മറക്കരുതേ. സോ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റും നമുക്ക് തെറ്റായിട്ട് പരിഗണിക്കാം. So we can say both the assertion and the reason statements are incorrect, false ആണ്. അതുകൊണ്ട് തന്നെ we can take that D choice as the answer. So we can move with the question number 2. നോക്കൂ, diamagnetic materials can exhibit magnetism. ഒരു മാഗ്നറ്റിസം എക്സ്പ്രസീവ് ആകണമെങ്കിൽ ആ മെറ്റീരിയലിന് നെറ്റ് ഡൈപോൾ മൊമെന്റ് ഉണ്ടാകണ്ടേ. എന്നാൽ മാത്രമല്ലേ ആ പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യാൻ പറ്റൂ. നമുക്കറിയാം ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസിന് 0 ഡൈപോൾ മൊമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഫോൾസ് ആയിട്ട് നമുക്ക് കരുതാം. The next one: the diamagnetic materials have permanent magnetic dipole moment. We said it is 0. So again we get that fourth option as the answer. Very good. So we can move with the next question, number 3. Look, the third question: magnetic force between two short magnets when they are coaxial
follows inverse square law of distance. Reason, the magnetic forces between two poles do not follow inverse square law of distance. So ആദ്യം നമുക്ക് അസർഷനെ ബേസ് ചെയ്ത് ചിന്തിക്കാം. അപ്പൊ ഇവിടെ പറയുന്നത് കോയാക്സിയലി, അപ്പൊ നമുക്ക് രണ്ട് മാഗ്നറ്റ്സിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. സേ the first magnet, the south north, so the magnetic moment takes the direction like this one, say M1, and we are with another magnet, so it's a south north pole, and its magnetic moment takes the direction like this one, M2. അപ്പൊ അതിന്റെ center base ചെയ്ത് we can say that the centers are separated by a distance r apart. So അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇന്ററാക്ഷൻ, അപ്പൊ ഓരോ പോളുകൾ ബേസ് ചെയ്ത് നമ്മൾ കൺസിഡർ ചെയ്ത് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, കീപ് ഇൻ മൈൻഡ്, അവയുടെ the force of interaction is given as is equal to minus mu0 division by 4 pi into 6 m1 m2 division by r raised to 4, and is acting along the direction of that r. And keep in mind here the force is proportional to 1 by r raised to 4. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് it follows the inverse square law of distance, that is proportional to 1 by r square. So that is a false statement. ഇത് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. ഈവൻ മറ്റ് അലൈൻമെന്റുകളിലൂടെ ആണെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ നമ്മുടെ മാഗ്നറ്റ് ഇതാ ഈ ഒരു തരത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോലും പ്രൊപ്പോർഷണാലിറ്റി വരുമ്പോൾ അത് 1 by r raised to 4 ആണെന്നുള്ള കാര്യം മറക്കരുത്. അടുത്ത കൺസെപ്റ്റ് പറയുന്നത് the magnetic forces between two poles do not follow inverse square law of distance. അപ്പൊ ഇവിടെ രണ്ട് പോളുകൾ തമ്മിൽ, അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വരെയാണ്, സേ ഇവിടെ ഒരു നോർത്ത് പോൾ ഉണ്ട്, ഇവിടെ ഒരു നോർത്ത് പോൾ ഉണ്ട്. അപ്പൊ പോൾ സ്ട്രെങ്തിനെ കുറിച്ച് മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. അവ തമ്മിലുള്ള സെപ്പറേഷൻ r ആണെന്നുണ്ടെങ്കിൽ we know the force of interaction between the poles is given as is equal to mu0 by 4 pi into m1 m2 division by r square. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. That means that poles തമ്മിലുള്ള interaction is proportional to 1 by r square. That means it follows that inverse square law. So that statement ഇവിടെ പറയുന്നത് not follow എന്നാണ്. So അതും false ആണ്. We can take that fourth choice as the answer. അപ്പൊ ഈ രണ്ട് റിലേഷൻസും ഒന്ന് മനസ്സിൽ ഓർത്തിരിക്കണേ, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. The fourth one, magnetic field lines are continuous and closed. So you know the concept. അപ്പൊ നമ്മളൊരു മാഗ്നറ്റിക് ബാർ മാഗ്നറ്റ് നമ്മൾ കൺസിഡർ ചെയ്താൽ, you can just think about the lines of force, and it will start from the north pole and never ends on the south. Inside it move from the south to north. It forms the closed loop, and hence we said the Gauss's theorem in magnetism as B dot ds take the value as is equal to 0. It forms the closed loops. അതുകൊണ്ട് തന്നെ that is the inference there. The magnetic monopole does not exist. അപ്പൊ അവിടെ ഒരു കണ്ടിന്യൂവസ് കൺസെപ്റ്റ് ഉള്ളത് കൊണ്ടാണ് മാഗ്നറ്റിക് മോണോപോൾ ഇല്ല. അതുകൊണ്ടാണ് ഗോസസ് തിയറം എന്ന് പറയുന്നത് 0 ആയിട്ട് മാറിയത്. So we can say the first statement as the answer. So here the assertion and the reason are true, and the reason is the correct explanation of assertion. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. Keep in mind. So A is the correct answer. We can move into the question number 5. Assertion, when radius of a circular loop carrying current is doubled, its magnetic moment becomes 4 times. Reason, the magnetic moment depends on area of the loop. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇപ്പോഴേ ഉറപ്പിച്ചു അല്ലെ, അത് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം magnetic moment എന്ന് പറയുന്നത് we can say the current flowing through it into the area of cross section. So the magnetic moment is proportional to the area, and hence we can say this is a true statement. Then ഇവിടെ പറയുന്നു the radius of the loop double ചെയ്തപ്പോൾ magnetic moment become 4 times.
So we can write it to be say നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ലൂപ്പിലൂടെ ഈ കറണ്ട് ഫ്ലോ ചെയ്തു. ആ റേഡിയസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് നമുക്ക് ഇങ്ങനെ പറയാം, എം ഡാഷ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു പൈ ആർ ഡാഷ് സ്ക്വയർ. On division you can write m dash division by m is equal to r dash square division by r square. It is given that the radius എന്ന് പറയുന്നത് ഡബിൾ ചെയ്തു, കറണ്ട് റിമൈൻസ് ദ സെയിം ആയിട്ട് എടുത്താൽ 2r square division by r square, so it becomes 4 times, so m dash is equal to 4 times എന്ന് നമുക്ക് പറയാം. That means it becomes 4 times, so we can say that's true, and that is a very important concept. The reason behind is the നമുക്ക് ആറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ the first option, the assertion and reason are true, and the reason is the correct explanation of assertion. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. So A is the answer. Very good. So dear students, ആദ്യമായിട്ടാണ് SS Physics Tips എന്ന ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ലൈക്ക് KVPY, ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നീറ്റ്, JEE, കീം ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഈ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കത് ഏറ്റവും നല്ല കോൺട്രിബ്യൂഷൻസ് നിങ്ങൾക്ക് കിട്ടും. സോ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്. നിങ്ങളുടെ ടേം എക്സാം ബേസ് ചെയ്തിട്ട് എ ക്രാഷ് കോഴ്സ് ഈസ് ബിഗിനിങ് ഫ്രം ദാറ്റ് October month. So you can contact this number so immediately. So we can go with the next question, number 6. The poles of magnet cannot be separated by breaking into two pieces. So that is a very നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സോ നമ്മൾ മോണോപോൾസ് എന്ന് പറയുന്നത് എക്സിസ്റ്റഡ് അല്ല എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ട്രൂ ആണ്. ഇനി the magnetic moment will be reduced to half when a magnet is broken into two equal parts. So നമ്മുടെ മനസ്സിലേക്ക് വരാം, ഇതെങ്ങനെ ഒരു മാഗ്നറ്റ് ആണ്. അവയുടെ ലെങ്ത് എന്ന് പറയുന്നത് സേ എല്ലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ അവരെ നമ്മൾ രണ്ട് ഈക്വൽ ഹാഫ് ആയിട്ട് മാറ്റിയാൽ നമുക്കറിയാം മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത് പോൾ സ്ട്രെങ്ത് ഇൻടു ലെങ്ത് ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തതെന്നിരിക്കട്ടെ. അപ്പോൾ ഇവനെ നമ്മൾ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുമ്പോൾ ആ കേസിലെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് എം ഡാഷ് ഇൻറ്റു എൽ ഡാഷ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്താൽ. സോ ആദ്യം നമുക്ക് എം ഡാഷിന് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം ഓർക്കുക. ഈ എം ഡാഷ് എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്ത് ആണ്. അത് ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയാണ്, അതോടൊപ്പം ലെവൽ ഓഫ് മാഗ്നറ്റൈസേഷനുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്ന സമയത്ത് അവന്റെ ഏരിയ ക്രോസ് സെക്ഷൻ റിമൈൻസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ എം ഡാഷ് എന്ന് പറയുന്നത് എം ആയിരിക്കും. വാട്ട് അബൌട്ട് ദ ലെങ്ത്? ഇവിടെ എക്സാക്ട്ലി എൽ ലെങ്ത് ഉണ്ടായിരുന്നത് യെസ്, ഡിവൈഡ് ചെയ്തപ്പോൾ അത് L/2 ആയിട്ട് മാറി കഴിഞ്ഞു അല്ലെ. എം ഇൻറ്റു എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ആയതുകൊണ്ട് തന്നെ ആദ്യത്തെ മാഗ്നറ്റിക് മൊമെന്റ് ബൈ 2 ആയിട്ട് മാറുകയാണ്. അപ്പൊ റീസൺ ഒന്ന് ശ്രദ്ധിച്ചേ. The magnetic moment will be reduced to half when a magnet is broken into two equal pieces. So that statement is exactly true one. But can you relate between them? The poles of magnet cannot be separated by breaking into two pieces. Sure, but there is no relation with the reason. The random statement is correct. So assertion is correct, reason is correct, but reason is not the correct explanation for assertion. So the second option is the correct answer. A good concept is there, number 7, to protect any instrument from external magnetic field. It is put inside an iron body and has a high permeability. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ആനുലാർ കൺസെപ്റ്റ് വരുന്ന തരത്തിലുള്ള ഒരു ബോഡി ഉണ്ട് എങ്കിൽ, അപ്പൊ ഇത് അയൺ കൊണ്ടുള്ളതാണെങ്കിൽ അയണിന്റെ പെർമിയബിലിറ്റിയും സസെപ്റ്റിബിലിറ്റിയും ഒക്കെ കൂടുതലാണ് അല്ലെ. അപ്പൊ ലൈൻസ് ഓഫ് ഫോഴ്സ് വരുമ്പോൾ അത് ആ മാഗ്നറ്റിക് അയണിന്റെ കോൺസെപ്റ്റിലേക്ക് കയറി മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ ഇതിനകത്തിരിക്കുന്ന ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിട്ട് മാറുമെന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. സോ
magnetic field screening എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാൻ പറ്റും. So that is a very important concept. So here, to protect an instrument from external field, magnetic field, it is put inside an iron body. It is a true statement. And the reason that iron has special property, high permeability, high susceptibility. And hence, this is also true, and hence we can take the first one as the answer. Permeability കൂടിയത് കൊണ്ട് തന്നെ തൊട്ടടുത്തൂടെ പോകുന്ന ലൈൻസ് ഓഫ് ഫോഴ്സിനെ പോലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുവാനുള്ള കഴിവുണ്ടെന്നുള്ള കാര്യം ഓർക്കുക. സോ the first statement as the answer. And the second one, a paramagnetic sample display greater magnetization when cooled. ഒരേ മാഗ്നറ്റിക് ഫീൽഡിൽ ഇരിക്കുകയാണ്. നമുക്കറിയാം പാരാമാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ ടെമ്പറേച്ചറുമായിട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ. അപ്പൊ ടെമ്പറേച്ചർ കുറയുക എന്ന് പറയുമ്പോൾ അതിന്റെ സസെപ്റ്റിബിലിറ്റി മാഗ്നറ്റൈസ് കൂടുന്നു എന്നുള്ളതല്ലേ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് എക്സാക്ട്ലി എന്താണ്? ട്രൂ തന്നെയാണ്. നോ ഡൗട്ട് അറ്റ് ആൾ. What about the second one? At a Curie point, a ferromagnetic substance start behaving as a paramagnetic substance. Exactly true ആണ് അല്ലേ. യെസ്. അപ്പൊ നമുക്ക് അതിന്റെ സസെപ്റ്റിബിലിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ കർവ് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ കഴിയുമ്പോൾ മാത്രമേ അത് ഡിപ്പെൻഡബിൾ ആയിട്ട് വരുന്നുള്ളൂ. എസ്പെഷ്യലി ദാറ്റ് ഈസ് സെഡ് ടു ബി ദ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്യൂറി ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് പറയാം. അപ്പോ ക്യൂറി പോയിന്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡബിൾ ആകുള്ളൂ എന്നുള്ള കാര്യം രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ബട്ട് ഒരെണ്ണം പാരാമാഗ്നറ്റിസത്തെ ബേസ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡിനെ കുറിച്ച് പറയുമ്പോൾ അടുത്തത് ഫെറോമാഗ്നറ്റിക്സിന്റെ ടെമ്പറേച്ചർ ഡിപ്പെൻഡബിൾ ആണ്. രണ്ടും തമ്മിൽ ലിങ്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ച് the second option is the correct choice. We can go with the question number 9. Assertion: electromagnets are made of soft iron, the low retentivity and low coercivity. വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സോഫ്റ്റ് മാഗ്നറ്റ്സും ഹാർഡ് മാഗ്നറ്റ്സുകളെയും കുറിച്ച് നമ്മൾ വളരെ കൃത്യതയോടെ നമ്മൾ അനലൈസ് ചെയ്താൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റ്സ് വരുമ്പോൾ അതിന്റെ ലോങ് ആയിരിക്കും ഹിസ്റ്ററിസിസ് ലൂപ്പ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള റിട്ടൻഡിവിറ്റിയും കൊയർസിവിറ്റിയും എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. പക്ഷെ അതേ സ്ഥാനത്ത് പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന ഹാർഡ് മാഗ്നറ്റ്സുകളെ നമ്മൾ എടുക്കുമ്പോൾ ദ കർവ് ഈസ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ അത്തരം മെറ്റീരിയൽസിന് ഹൈ റിട്ടൻഡിവിറ്റിയും ഹൈ കൊയർസിവിറ്റിയുമായിരിക്കും. അപ്പൊ നമുക്ക് ലോസ് കുറഞ്ഞ ഹിസ്റ്ററിക്സ് ലൂപ്പിന്റെ ഏരിയ കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും സോഫ്റ്റ് മാഗ്നറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആർ മെയ്ഡ് ഓഫ് സോഫ്റ്റ് ടൈം. അതിന് ലോ ഏരിയ ആണ്. അതിന് എന്താണ് റീസൺ? ലോ റിട്ടൻഡിവിറ്റി, ലോ കൊയർസിവിറ്റി. സോ അതുകൊണ്ട് തന്നെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആണ്. അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ചോയ്സ് ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. Assertion: a superconductor is a perfect diamagnetic substance. A superconductor is a perfect conductor. അപ്പോൾ സാധാരണ രൂപത്തിൽ എന്താണ് സൂപ്പർ കണ്ടക്ടർ എന്ന് നിങ്ങൾ അറിയുക. വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് വരുമ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് നഷ്ടപ്പെട്ട് അതിനെ വിളിക്കുന്ന പേരാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയാം. ഈ സൂപ്പർ കണ്ടക്ടേഴ്സിലുള്ള ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് മെയ്സ്നർ എഫക്റ്റ്. മെയ്സ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു കണ്ടക്ടറെ വെച്ചതിന് ശേഷം അതിന്റെ നമ്മൾ ടെമ്പറേച്ചർ വളരെ ലോ ആക്കി അതിനെ സൂപ്പർ കണ്ടക്ടർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത് അതിനെ റിപ്പൽ ചെയ്തു പോകും, എക്സ്പെൽഡ് ആയിട്ട് മാറും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഡയാമാഗ്നറ്റിക് എഫക്ട്. ദാറ്റ് ഈസ് ദ മെയ്സ്നർ എഫക്ട് എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ മാതിരി സൂപ്പർ കണ്ടക്ടർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ലൈൻസും ഫോഴ്സിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നർത്ഥം. സോ ദാറ്റ് സൂപ്പർ കണ്ടക്ടർ ഈസ് എ പെർഫെക്റ്റ് ഡയമagnetic സബ്സ്റ്റൻസ്. ദാറ്റ് ഈസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ദ സൂപ്പർ കണ്ടക്ടർ ഈസ് എ പെർഫെക്റ്റ് കണ്ടക്ടർ, അതും ട്രൂ ആണ്. പക്ഷേ ആ ഡയമagnetismമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് അല്ല റീസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എക്സാക്ട്ലി ബി ചോയ്സ് നമുക്ക് ആൻസർ ആയിട്ട് പറയാം. So dear students, best wishes from SS Physics classes.
ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ. സോ ടേക്ക് കെയർ, ഗോഡ് ബ്ലസ് യു.